പ്രത്യേകിച്ച് പരിക്കൊന്നും കാണുന്നില്ല. അപ്പോൾ ട്രെയിൻ കയറി മരിച്ചതല്ല, ശരിക്കും കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവർ തല്ലിയത്. വയറ്റിൽ കിട്ടിയ ഒരു ചവിട്ടാണ് മരണകാരണം. രാഷ്ട്രീയക്കാരെല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഊരി തരാമെന്ന് പറഞ്ഞിട്ട്. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഇതാണ്. തലസ്ഥാന നഗരത്തെ ഞെട്ടിച്ച ഒരു സമര പരമ്പര. ആ സമരത്തിൻ്റെ ഭാഗമായി ഒരു കൊലപാതക കേസ് അട്ടിമറിക്കപ്പെടുന്നു. താങ്കളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? പേട്ട പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു റെയിൽവേ ട്രാക്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കേസും ആയിട്ടാണ് ഈ സമര പരമ്പരയ്ക്ക് ബന്ധമുള്ളത്. സമരത്തെക്കുറിച്ചൊന്ന് പറയാമോ? സമരം എന്ന് പറയുന്നത് ഈ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു സമര പരമ്പരയായിരുന്നു. അത് ഇടതുപക്ഷത്തിൻ്റെ സമരമായിരുന്നു. സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമായിട്ട് ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന കൗൺസിലിംഗ്, സ്റ്റുഡൻസിൻ്റെ കൗൺസിലിംഗ്, അതിനെ തടയാനായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പം എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകുന്ന 3-4 വഴികൾ കംപ്ലീറ്റ് അവർ ബ്ലോക്ക് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ രാവിലെ 4 മണിക്കൊക്കെ ഞങ്ങൾ വന്നിട്ട് ഈ കൗൺസിലിങ്ങിൽ വരുന്ന സ്റ്റുഡൻസിനെ കോളേജിൻ്റെ അകത്ത് കയറ്റും. അതിനുശേഷം ഇവരൊരു 5 മണിയാകുമ്പം ഇവർ റോഡത്രയും ബ്ലോക്ക് ചെയ്യും. ഓരോ ഏരിയ കമ്മിറ്റിക്കായിരിക്കും ഓരോ റോഡിൻ്റെ ചുമതല എന്ന് പറയുന്നത്. അപ്പം ഇവരൊക്കെ ഒരു 10-100 പേര് കാണും. ഇവരൊക്കെ ബ്ലോക്ക് ചെയ്യും. ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുക എന്നുള്ള വളരെ അസാധ്യമായ കാര്യമാണ്. കാരണം തമ്പി കെട്ടിപ്പിടിച്ച് കിടക്കുകയും ഒക്കെ ചെയ്യും. നമ്മുടെ ഈ പറഞ്ഞ ജലഭീരങ്കി പ്രയോഗിക്കും, വലിയ പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പിന്നെ തിരിച്ചു വന്നിരിക്കും, ലാത്തി ചാർജ് ചെയ്യും, കുറച്ചു ദൂരം പോകും, തിരിച്ചു വരും. അങ്ങനെ ഒരു ഭയങ്കര സംഘർഷമായിരുന്നു. AK ആൻ്റണി സർക്കാരിൻ്റെ കാലത്തായിരുന്നു അത്. AK ആൻ്റണി സർക്കാരിനായിരുന്നു. അപ്പോൾ ഒരു വലിയൊരു ഒരു പ്രശ്നമായിട്ട് ആ സമയത്തുണ്ടായിരുന്നു. പേട്ടയിലാണ് എന്താ ഞാനത് പേട്ട CA ആണെങ്കിലും അഡീഷണൽ ചാർജ് മെഡിക്കൽ കോളേജിൽ അഡീഷണൽ ചാർജ് ഉണ്ട്. മെഡിക്കൽ കോളേജ് CA അന്ന് ലീവായിട്ട് അഡീഷണൽ ചാർജ് എനിക്കായിരുന്നു. ഈ 15 ദിവസവും ഞാൻ തന്നെയാണ് ആ സമരം അവിടെ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. കൂടാതെ വേറെ സീനിയർ ഉദ്യോഗസ്ഥന്മാരും മറ്റു ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സമയത്താണ് ഈ പേട്ട റെയിൽവേ സ്റ്റേഷനിൽ, പേട്ട കഴിഞ്ഞ് കുറച്ച് റെയിൽവേ ട്രാക്കിൽ ഒരു ഡെഡ് ബോഡി എടുക്കുന്ന ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പോൾ തന്നെ ഞാനത് വിളിച്ചിട്ട് അവിടുത്തെ സ്റ്റേഷനിൽ പറഞ്ഞു, നിങ്ങൾ നോക്കാൻ പറഞ്ഞു. നോക്കി സാറേ പ്രത്യേകിച്ച് പരിക്കൊന്നും കാണുന്നില്ല, അപ്പോൾ ട്രെയിൻ കയറി മരിച്ചതല്ല, സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ അപ്പം തന്നെ കമ്മീഷണർ വിളിച്ച് പറഞ്ഞു, സാറേ ഇങ്ങനെയാണ് സംഭവം, ആ സ്പോട്ടിലോട്ടൊന്ന് പോയാൽ കൊള്ളാമുണ്ടായിരുന്നു, ഒന്ന് നോക്കിയിട്ട് വന്നാൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. കാരണം നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വളരെ ശക്തമായ സംഘർഷം ഉണ്ടാവും. നിങ്ങൾക്കൊരു ലേസറുണ്ട് ഈ സമരക്കാരുമായിട്ടും സമര ലീഡേഴ്സുമായിട്ടും. നിങ്ങൾ വർഷങ്ങളുടെ തിരുവനന്തപുരം സിറ്റി ജോലി ചെയ്യുന്ന ആളായുണ്ട്, നിങ്ങൾക്ക് ഒരു ലേസറുണ്ട്. അപ്പോൾ ഒരു കൈവിട്ട് പോവില്ല. അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ മാറുന്ന പ്രശ്നമേ ഇല്ല, അത് അവരെ പോലീസ് സ്റ്റേഷൻ കൈകാര്യം ചെയ്യണം, ഞാൻ എല്ലാം ഏർപ്പാടുണ്ടാക്കിച്ചോളാൻ പറഞ്ഞു. ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് സീനിയറായിട്ടുള്ള DYSPയോ CEO അങ്ങോട്ട് പറഞ്ഞു വിട്ട് അവരെ നോക്കിക്കൊള്ളുമായിരുന്നില്ല, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അത് SA കൈകാര്യം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് അങ്ങോട്ട് പോകാനേ പറ്റിയില്ല. അപ്പോൾ ഇതൊരു ഭയങ്കരമായ സംഘർഷമായിരുന്നു. ആ ടിയർ ഗ്യാസിൻ്റെ ഷെല്ലിലാണ് ഒരു വനിതാ CPM പ്രവർത്തകയ്ക്ക് കാലിന് പരിക്ക് പറ്റി. പിന്നെ ഇപ്പോൾ അവർ രാഷ്ട്രീയത്തിലില്ല, അവർ പുറത്തു പോവുകയും ചെയ്തു. ആ ഒരു സമരത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പം രാവിലെ ആകുമ്പോൾ നമ്മൾ ഈ അവിടുത്തെ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ വിളിക്കും. രാവിലെ എന്താണ് ഇന്നത്തെ പരിപാടി? അപ്പോൾ അവർ പറയും ഇന്ന് സംഘർഷം ഉണ്ടാവും, ഇന്ന ഏരിയ കമ്മിറ്റിയാണ്, ഞങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റൂല എന്നൊക്കെ പറയും. പക്ഷെ അവരെ കയ്യിൽ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് അവർ. അവിടെ വന്ന് പിന്നെ ആദ്യം തള്ളും, പിന്നെ സ്ഥിരം സമര നാടകം പോലെ തള്ളും, പിന്നെ നമ്മൾ ലാത്തി ചാർജ് ചെയ്യും, ടിയർ ഗ്യാസ് പ്രയോഗിക്കും, ഈ ഷെല്ല് ഉപയോഗിക്കും. ഇതെല്ലാം വീഡിയോക്കാരെയൊക്കെ പകർത്തും. കുറച്ച് കഴിഞ്ഞിട്ട് ഉച്ചയാകുമ്പോൾ സാധാരണ ഒരു സമരങ്ങളൊക്കെ ഒരു 1:30 ആകുമ്പോൾ പിരിഞ്ഞു പോകും. രണ്ടുപേർക്കും വേറെ വശക്കും, പോലീസുകാർക്കും വേറെ വശക്കും, രാഷ്ട്രീയക്കാർക്കും വേറെ വശക്കും. പക്ഷേ ഇവർ അതും പോകില്ല, ഇവർ 5 മണി കഴിയാതെ പോകില്ല. അവർ അവിടെ തന്നെ കുത്തിയിരിക്കും, അവിടെ തന്നെ ആഹാരം പുതിയ കൊടുത്ത് അവിടെ തന്നെ കുത്തിയിരിക്കും. അപ്പോൾ ഇത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിലെ ഒരു വർക്കും നോക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയായിരുന്നു. ടൈറ്റ് 15 ദിവസം. ഒരു 4 മണിയൊന്നും രാവിലെ 4 മണിക്ക് കഴിക്കുമ്പോൾ തന്നെ നമ്മൾ ആകെ ക്ഷീണിക്കും. പിന്നെ വൈകുന്നേരം 5 മണിക്ക് നമുക്ക് നമ്മളെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു പ്രയോജനമില്ലാത്ത രീതിയിൽ ശാരീരികമായി. ഇതിനിടയ്ക്ക് മെഡിക്കൽ കോളേജിൽ പോയി ഈ ലാത്തി ചാർജ് ചെയ്ത് കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണം. അവിടെ തടയൽ, അവിടെ ഒരു ചെറിയ സംഘർഷം, പിന്നെ അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു, പിന്നെ അവരെ മൊഴി വാങ്ങിച്ച് കേസെടുക്കുന്നു, പിന്നെ നമ്മൾ കേസെടുക്കുന്നു, പിന്നെ അവരെ സന്ദർശിക്കാൻ വേണ്ടി
വേണ്ടി മനുഷ്യാവകാശ പ്രവർത്തകർ വരുന്നു, രാഷ്ട്രീയക്കാർ വരുന്നു, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. മൊത്തത്തിൽ സംഭവബഹുലമായി മൊത്തം നമ്മൾ ആ ഒരു ഈ പറഞ്ഞ 4 മണി മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എൻഗേജഡ് ആയിപ്പോയി. പേട്ടയിൽ ഇനി എന്താ സംഭവിച്ചത്? അതിലേക്ക് വന്നു. പേട്ടയിൽ വന്ന് സംഭവിച്ചത് അന്ന് അവിടെ പരിക്കേറ്റ അവിടെ അഡീഷണൽ CBI അന്വേഷിച്ചിട്ട് അഡീഷണൽ ഇൻക്വസ്റ്റൊക്കെ തയ്യാറാക്കി. അയാൾക്കൊണ്ട് ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുള്ള ഒരു കഴിവൊന്നും അയക്കില്ല. സ്വാഭാവികമാണ് കാര്യം. അതാണ് കാര്യം ഈ മർഡർ കേസ് സംബന്ധിച്ചുള്ള മർഡർ കേസിന് കോടതിയിൽ പോയി മൊഴി കൊടുത്താൽ മാത്രമേ നമുക്ക് മർഡർ കേസിൽ എന്തൊക്കെ അപാകതകൾ നമ്മൾ അന്വേഷണത്തിൽ സംഭവിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അല്ല നമ്മൾ എത്ര എഴുതി പഠിച്ചാലും വലിയ പ്രയോജനമൊന്നുമില്ല. നമ്മൾ ചാർജ് ചെയ്താൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ഇൻക്വസ്റ്റ് ചെയ്താലാക്കാൻ പറ്റും, അതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കോടതിയിൽ പോയി മൊഴിയെടുത്ത് കഴിയുമ്പോഴാണ് നമുക്കറിയാം നമ്മൾ ഇന്ന കാര്യം നമ്മൾ അന്ന് വിട്ടുപോയിട്ടുണ്ടായിരിക്കും, ഇന്ന കാര്യം. അങ്ങനെ പല അടയ്ക്കണമെങ്കിൽ കോടതി കയറിയ പരിചയം വേണം, അത്രേ ഉള്ളൂ. അല്ലാതെ പിന്നെ ജഡ്ജ്മെൻറ്റ് നമ്മൾ പഠിക്കണം, വായിച്ചു പഠിക്കണം. അല്ല എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് കേസ് വിട്ടുപോയത്, എന്തുകൊണ്ടാണ് കേസ് കൺവിക്റ്റ് ആയത്, എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ജഡ്ജ്മെൻറ്റും പഠിക്കണം. അതുപോലെ കോടതിയിൽ നമ്മൾ ആ ട്രയൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം, അല്ലാതെ ചെയ്തിട്ടില്ല. ഈ കക്ഷികൾക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നുമില്ല. അവർ സയൻറ്റിഫിക് എവിഡൻസ് സാധാരണ ഒരു അൺനാച്ചുറൽ ഡെത്ത്, ഒരു അസ്വാഭാവിക മരണം കൈകാര്യം ചെയ്യുന്ന പോലെ അവർ ഡോസ് കോഡറെ വിളിച്ചു, ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോക്കാരെ വിളിച്ചു, അവർ കൊണ്ടുവന്നു, അവർ ഇൻക്വസ്റ്റ് തയ്യാറാക്കി നേരെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടത്തിൽ ഡോക്ടർ വിളിച്ചു, സാറേ അത് വയറ്റിൽ കിട്ടിയ ഒരു ചവിട്ടാണ് മരണകാരണം. ഇയാളുടെ എന്ത് പ്രായം വരും? അയാൾക്കൊരു 35 വയസ്സ് വരും, അത്രയേ ഉള്ളൂ. വയറ്റിൽ കിട്ടിയ ചവിട്ടാണ് അത് പ്രധാനപ്പെട്ട മരണമാണ്. അത് മർഡറാണ്, വേറെ അൺനാച്ചുറൽ ഇടത്തൊന്നുമല്ല, ട്രെയിൻ കയറി ഇറങ്ങിയൊന്നുമല്ല, ട്രെയിനിലെ തട്ടും സംഭവിച്ചു അല്ലെന്ന് തോന്നും. അപ്പോൾ പിന്നെ അന്വേഷണം കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പോകാനുള്ള അവിടെ ഇൻസ്ട്രക്ഷൻസൊക്കെ കൊടുത്തു. അങ്ങനെ അവർ അന്വേഷിച്ചു, അവർ സാക്ഷികളെ കണ്ട് ചോദിക്കുക, അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ഈ സമരമെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഞാൻ പേട്ട സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളിതേപ്പറ്റി കൂടുതൽ അന്വേഷിച്ചത്. അപ്പോൾ സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഇയാളുടെ അമ്മ ഗവൺമെൻറ് സർവൻ്റാണ്, ട്രഷറിയിൽ പൈസ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. ട്രഷറിയുടെ അമ്മയുടെ പൈസ വാങ്ങിക്കാൻ വന്നതാണ്. പൈസയും വാങ്ങിച്ചിട്ട് പോകുന്നത് ഇയാൾ നല്ലവണ്ണം മദ്യവെച്ചു. ഇയാൾ അതിൻ്റെ തൊട്ട് അപ്പുറത്താണ് താമസിച്ചുകൊണ്ടത്. ഈ റെയിൽവേ കോളനിയുടെ അടുത്ത ഭാഗത്ത് താമസിച്ചുകൊണ്ടത്. അപ്പോൾ ഇയാൾക്ക് ഈ രാത്രിയായപ്പോൾ വഴി തെറ്റിപ്പോയി. ഇയാൾ നേരെ റെയിൽവേ കോളനി ചെന്ന് കയറി. അന്ന് റെയിൽവേ കോളനിയിൽ അവിടുത്തെ അമ്പലം കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ആ അമ്പലം ചെറിയൊരു അമ്പലം കൺസ്ട്രക്ഷൻ. ആ അമ്പലവുമായിട്ട് അമ്പലത്തിൻ്റെ പൂജാരിയുടെ ഒരു ബന്ധു മരിച്ചു. ഈ അവിടുത്തെ സീനിയർ സിറ്റിസൺസ് എല്ലാം അവർ അതിൻ്റെ പുറകെ അങ്ങ് പോയി, മരണത്തിനും പോയി. അപ്പോൾ ആ ചെറിയ ഒരു സ്ഥലം ഈ കൊച്ചു പിള്ളേരുടെ നിയന്ത്രണത്തിലായി. അപ്പോൾ എല്ലാം ഒരു 18, 20, 16, 15 അങ്ങനെയുള്ള പ്രായത്തെ കൊച്ചു വേമന നിയന്ത്രണത്തിലായി. അപ്പോൾ ഇയാളെ മദ്യപിച്ച് വന്നിട്ട് ഒരു വീട്ടിൽ കതവ് തട്ടി വന്നിട്ട്, അപ്പോൾ അവിടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവർ സ്ത്രീ ഉണ്ടായിരുന്നു, അവർ തുറന്നു നോക്കി പരിചയമില്ലാത്ത ആളാണ്. അപ്പോൾ ഇവരെ കള്ളാന്ന് വിളിച്ചു. അപ്പോൾ പിള്ളേരെല്ലാം ഓടിക്കൂടി. അപ്പോൾ അവർക്ക് പിന്നെ ചോദിക്കൊന്നുമില്ലായിരുന്നു, അവർ കള്ളനടിച്ച് കൊന്ന കേസില്ല എന്നുള്ള ഒരു മനോഭാവമായിരുന്നു ആ പിള്ളേർക്കുള്ളത്. അങ്ങനെയാണ് അവരെ അടുത്തന്നെ ശരിക്കും അങ്ങ് ഉപദ്രവിച്ചു. ശരിക്കും മടിയിട്ട് കാണിക്കുകയും അതിന് കൊടുത്ത ഈ കഴുക്കോലിൽ തൂങ്ങി ചാടി കൊടുത്തത് വയറ്റിലിട്ട്. ആ ഒരു സംഭവമാണ് മരണകാരണമാണ്. ശരിക്കും കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ഇവർ ചെയ്തത്. അപ്പം ഇത്രയും ഒരു 10-25 പയ്യന്മാരുണ്ടായിരുന്നു ഈ സംഭവത്തിന്. പക്ഷേ അതിനകത്ത് ആക്ച്വലായിട്ട് ആ ഇൻസിഡൻറ്റ് അടിച്ചതും ഒക്കെ ചെയ്ത ആൾക്കാരൊക്കെ ഒരു 4 പേര് മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പം നമ്മളെ അന്വേഷണം പറഞ്ഞ സാക്ഷികളെ കണ്ട് ചോദിക്കുക, അന്വേഷിക്കും മറ്റു കാര്യങ്ങൾ ചെയ്തപ്പം ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചൊരു വലിയൊരു ശാഖരയായിരുന്നു. കാര്യം ഇത്രയും 10-25 പിള്ളേരുണ്ട്. എല്ലാവരുടെയും കയ്യിലും ചെറിയ ചെറിയ കാശൊക്കെ ഉള്ള ആൾക്കാരാണ്. അവിടുത്തെ ജീവിക്കുന്ന ആൾക്കാരെല്ലാം ഈ ചെറിയ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പോൾ അവരുടെ കാശ് അബ്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ ഇവരെല്ലാവരും പോലീസ് പറഞ്ഞു നിന്നെ നാളെ അറസ്റ്റ് ചെയ്യും, നിന്നെ ഇന്ന് രാത്രി അറസ്റ്റ് ചെയ്ത് പോകുന്നു. ഇവരൊക്കെ ഒളിവിൽ പോയി 4 ബാക്കി. അപ്പോൾ ആരും സ്ഥലത്തില്ലാതായി. അപ്പോൾ ഇവരെ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൽ അഡ്വക്കേറ്റ് ഏർപ്പെടുത്താം എന്ന രീതിയിലൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ അവിടുത്തെ റിസർച്ച് അസോസിയേഷൻ്റെ ആൾക്കാരോട് സംസാരിച്ചു, നിങ്ങൾ പേടിക്കേ വേണ്ട, ഇല്ലാതെ ആ പണം ഉള്ളത് 4 പ്രതികളേ ഉള്ളൂ, ആ 4 പ്രതിയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യും. നിങ്ങൾ സറണ്ടർ ചെയ്താൽ ഞങ്ങൾ കോടതി കൊടുക്കാം, ഇല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടതി കൊടുക്കും. ഞങ്ങൾക്ക് സംഭവിച്ചു പോയത്. പക്ഷെ അവർക്ക് വിശ്വാസം പെടുന്നില്ല. പോലീസ് കള്ളത്തരം പറയാണ്. കാര്യം പോലീസ് പിന്നെ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന രീതി സംസ്ഥാനം ഉണ്ടായി. അവസാനം നമ്മൾ ഏഷ്യാനെറ്റിലെ FIR എന്നൊരു പ്രോഗ്രാമിൽ ഞാൻ ഈ കാര്യം പറഞ്ഞു. നിങ്ങളെ 4 പ്രതികൾ മാത്രമേ ഉള്ളൂ,
അല്ലാതെ തന്നെ പ്രതികളില്ലാതെ വരും. കോടതിക്ക് 4 പ്രതികൾ റിപ്പോർട്ട് കൊടുത്തു. റിപ്പോർട്ട് കൊടുത്ത് അതിൻ്റെ കോപ്പി കൊണ്ടുവന്ന റിസർച്ച് അസോസിയേഷൻ നോട്ടീസ് ബോർഡിൽ ഒട്ടിച്ചു വെച്ചു. ഇതിനകത്ത് 4 പേരേ ഉള്ളൂ, വേറെ ആരും ഇതിനകത്തില്ല. ഈ 4 പേരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ താങ്കൾ പറഞ്ഞ 4 പേരേ ഉള്ളൂ, പക്ഷേ രാഷ്ട്രീയക്കാരെല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഊരിത്തരാമെന്ന് പറഞ്ഞിട്ട് ആയിരിക്കാം, അങ്ങനെ കാശ് വാങ്ങിക്കായിരിക്കാം. നമുക്ക് ആരും അറിഞ്ഞൂല്ലോ കാശ് വാങ്ങിച്ചില്ല എന്നുള്ളത്. എന്തായാലും ഈ 4 പേരെ നമ്മൾ അറസ്റ്റ് ചെയ്ത് കോടതി കൊടുത്തു. അവരെ അടിച്ച കമ്പുകൾ 2-3 റിക്കവർ ചെയ്തു. നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു കോമ്പൗണ്ടിലിട്ടിരുന്നു, അതൊക്കെ റിക്കവർ ചെയ്തു. പിന്നെ ബാക്കിയുള്ള അപ്പം അവൈലബിളായിട്ടുള്ള ചെറിയ ചെറിയ സയൻറ്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്തു. കോടതി വന്നു. ഏറ്റവും പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഈ കോടതിയിൽ വന്ന സമയത്ത് സാക്ഷികളെന്ന് പറഞ്ഞാൽ എല്ലാം ഇവരെ ബന്ധുക്കളേരാണ്. ഇതൊരു ചെറിയ റെയിൽവേ കോളനിയാണ്, വെളിയിലുള്ള ആൾക്കാർക്ക് അപ്രോച്ചബിൾ ഉള്ള സ്ഥലമല്ല. അപ്പം അതുകൊണ്ട് സാക്ഷികളൊക്കെ അവരുടെ ബന്ധുക്കളും അടുത്ത അയൽവക്കക്കാരുമാണ്. എല്ലാവരും സ്വാഭാവികമായിട്ടും അവരൊക്കെ സ്വാഭാവികമായിട്ട് അവരൊക്കെ ഞാൻ കണ്ടില്ല കപ്പിച്ച് മാറിപ്പോയി. അല്ലാത്ത നേരത്തെ നമ്മൾ ഫസ്റ്റ് ഡേ അന്വേഷിച്ചിരുന്നെങ്കിൽ നമുക്ക് സയൻറ്റിഫിക് എവിഡൻസ് ധാരാളം കിട്ടുമായിരുന്നു. കാര്യം ഇവിടെ നമ്മൾ ശരിക്കും ഒരു പിടിവലി ഉണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ പോലെ കയ്യിൽ നെയിൽ ക്ലിപ്പിങ്ങിലൊക്കെ ഈ പറഞ്ഞ അന്ന് DNA എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. DNA പോലെ കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ബ്ലഡ് അവിടെയൊക്കെ പലയിടത്തും ബ്ലഡ് കിടപ്പുണ്ടായിരുന്നു. ആ ബ്ലഡൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അതിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാമായിരുന്നു. അവർക്ക് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഹോസ്പിറ്റലൈസ് കാണിച്ച് അവൻ്റെയൊക്കെ സയൻറ്റിഫിക് എവിഡൻസ് ഒക്കെ എടുക്കായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം 15 ദിവസം നമ്മൾ ഈ സമരത്തിൻ്റെ പിറകെയായിപ്പോയി. തിരുവനന്തപുരം നഗരത്തിൻ്റെ ഏറ്റവും വലിയ ശാപം ഇതാണ്. കാരണം തിരുവനന്തപുരത്ത് ഉദ്യോഗസ്ഥന്മാർ, ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥന്മാർ എപ്പോഴും സമരങ്ങളുടെ പിറകെയായിരിക്കും. അപ്പോൾ ഇവർക്ക് പ്രോപ്പറായിട്ട് ഇവരുടെ ഇൻവെസ്റ്റിഗേഷനൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്താൽ ഹെഡ് കോൺസ്റ്റബിൾമാരോ അല്ലെങ്കിൽ പ്രൊമോട്ടഡ് SIമാരോ ഒക്കെ ആയിരിക്കും. ഈ നമ്മൾ ഉദ്യോഗസ്ഥർ CAമാരോ ഡയറക്റ്റ് SIമാർക്കോ ഒന്നും ഈ കേസിൻ്റെ അന്വേഷണം പ്രോപ്പറായിട്ട് നടത്താൻ സാധിക്കില്ല. സയന്റിഫിക്കായിട്ടൊന്നും ശേഖരിക്കാൻ സാധിച്ചില്ല. ഇല്ല, ഇപ്പോഴും സ്ഥിതി തന്നെയാണ്. അല്ലെങ്കിൽ വലിയ വലിയ പ്രമാദമായ കേസുകളുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് ഒരു സ്പെഷ്യൽ ടീമൊക്കെ ഉണ്ടാക്കി അന്വേഷിക്കുന്നത്. സാധാരണയുള്ള കേസുകളൊക്കെ ഈ രീതിയിലൊക്കെ പോവുകയുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് പല കേസുകളും തള്ളിപ്പോകുന്നത്.